365 ദിവസവും മഴ പെയ്യുന്ന രാജ്യങ്ങളിലെ റോഡുകളിൽ ഒരു കോട്ടി നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ഗോലി വീഴാനുള്ള കുഴികളില്ലാതെ അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? ഉത്തരവാദിത്വ ബോധം വേണം, ആത്മാർത്ഥത, നികുതി തരുന്നവരോട് ആത്മാർത്ഥത വേണം. റോഡിലെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നിർവഹിക്കാത്തതിൻ്റെ പേരിൽ റോഡിൽ രൂപപ്പെടുന്ന കുഴികളിൽ വീണുകൊണ്ട് ആളുകൾ മരിക്കുന്നുവെങ്കിൽ അത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മരണമായി കണക്കാക്കുകയും മരിച്ച അന്ന് തന്നെ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആശ്രിതർക്കോ കൃത്യമായൊരു നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ട ഒരു നിയമനിർമ്മാണം ഇവിടെ അടിയന്തിരമാണ്. കാരണം മുഖ്യമന്ത്രി ഒരു പ്രസംഗത്തിൽ തൻ്റെ മുന്നിൽ നികുതി അടയ്ക്കുന്ന ജനങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞത് എന്താ? അമേരിക്കയിൽ നിന്നും ശുദ്ധമായിട്ടുള്ളൊരു നുണയാണ്. ഒരു വ്യക്തി ആത്മഗതം ചെയ്യുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രി അറിയുക? അമേരിക്കയിൽ നിന്നും തൃശ്ശൂരെത്തിയ ഒരു വ്യക്തിയുടെ അമ്മ വീട് തൃശ്ശൂരാണ്, അച്ഛൻ വീട് പാലക്കാടാണ്. പാലക്കാട്ടേക്ക് പോകുമ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് റോഡ് കണ്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്തൊരു മാറ്റമാണ് ഈ നാടിന്, ഇവിടുത്തെ റോഡുകൾ കണ്ട അമേരിക്കയിലുള്ള റോഡിനേക്കാൾ അത്രയേറെ ഭംഗിയുള്ളതാണ് എന്ന്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ബസ്സിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ആത്മഗതം ചെയ്തത് കേട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ഭരിക്കുമ്പോൾ ഇവിടെ പ്രിയയെ പോലുള്ള നമ്മൾ പറയില്ലേ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ട കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന റോഡുകളാണ് കേരളത്തിലെ എന്നുള്ള കാര്യം ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയില്ല, അല്ലെങ്കിൽ PWD മിനിസ്റ്റർക്ക് അറിയില്ല എന്ന് വേണം ഇത്തരം മരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ. കോൺട്രാക്ടർമാർക്ക് 5 വർഷത്തെ മെയിൻ്റനൻസ് കാലാവധിയോടുകൂടി കിട്ടുന്ന കരാറുകൾക്ക് അവരുടെ അവരുടെ ഒരു 5% പൈസ പിടിച്ചു വയ്ക്കും സർക്കാർ, റിട്ടൻഷൻ മണി. ആ റിട്ടൻഷൻ മണി 5 വർഷത്തിന് മുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് എന്നോട് പറഞ്ഞത് ഒരു ചർച്ച കഴിഞ്ഞ് എൻ്റെ കാറിൽ മടങ്ങുകയായിരുന്നു ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. 5 വർഷത്തെ മെയിൻ്റനൻസിലെ അവർക്ക് കൊടുക്കാനുള്ള റിട്ടൻഷൻ മണി പിടിച്ചു വയ്ക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന്. കേരളത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാകണമെങ്കിൽ അഭിലാഷെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ PWD കോൺട്രാക്ടർമാരും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു ട്രയാങ്കിളിനുള്ളിൽ നിന്നുള്ള കളി അവസാനിപ്പിച്ചുകൊണ്ട് BOQവിലുള്ള ടെൻഡറിലുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ അതേ മാനദണ്ഡത്തിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. അഭിലാഷിൻ്റെ യാത്രയിൽ ഈ റോഡ് പണി നടക്കുന്ന എവിടെയെങ്കിലും ഒരു PWD സൂപ്പർവൈസറെ അഭിലാഷ് കണ്ടിട്ടുണ്ടോ? എൻ്റെ ഈ 40 വർഷത്തെ ഈ സാമൂഹ്യ സേവനത്തിനിടയിൽ ഞാൻ പല സ്ഥലത്ത് കാർ നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അല്ലെങ്കിൽ 2 വീലർ നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നമ്മുടെ സർക്കാരിൻ്റേതായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനെ കാണിച്ചു തരൂ. എവിടെയുമില്ല. റോഡ് ബോറിങ് ചെയ്തുകൊണ്ട് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർ കട്ടിങ് ചെയ്തുകൊണ്ട് ഒരു പീസ് എടുത്തിട്ട് ലബോറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്യണം. ഇവിടെ എത്ര മെറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ബോൾഡർ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര ടാർ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ കോൺട്രാക്ടർ പറയുന്ന സ്ഥലത്താണ്. ഓർമ്മ വെച്ചോളൂ, വെള്ളാനകളുടെ നാട്ടിൽ മോഹൻലാൽ പറയുന്നില്ലേ, ഇവിടെ കുഴിക്കരുത്, ഇവിടെ കുഴിക്കരുത്, അവിടെ കുഴിച്ചിട്ട് എടുക്കൂ. അപ്പം അതുപോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വഴങ്ങുന്നത് ഇവിടുത്തെ കോൺട്രാക്ടർമാരുടെ സംഘടിതമായ ബലത്തിന് മുന്നിലാണ്. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രീ പ്രിയയുടെ വിഷയത്തിലേക്ക് ഒന്ന് കടക്കുകയാണ്. അഭിലാഷ്, ഒരു കാര്യം ആലോചിച്ച് നോക്കണം. തങ്ങളുടെ MLA മരിച്ചപ്പോൾ മകനെ പിൻവാതിൽ നിയമനം നൽകിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്താൻ 22 ലക്ഷം രൂപ ചെലവാക്കിയ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ സർക്കാരിൻ്റെ പിഴവ് കൊണ്ട് ഒരു കുഴിയിൽ വീണു മരിച്ച ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യ ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു സഹായം കിട്ടാൻ വേണ്ടി ഒരു അപേക്ഷ നൽകിയപ്പോൾ MLAയുടെ കവറിംഗ് ലെറ്റർ ചോദിക്കേണ്ട വിധത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി തകർന്നു പോയെങ്കിൽ അത് നമ്മുടെ കേരളത്തിൻ്റെ അപച്യുതിയാണ് അഭിലാഷേ. ഒരു പാവ സ്ത്രീ, ഇവർ നിങ്ങളുടെ 2 to 4 പരിപാടിയിലെ ഒരു മാസം മുമ്പ് ഞാനും ശ്രീ ഉപേന്ദ്രനാരായണനും ഉണ്ടായിരുന്നു, അവർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ ദിവസം എന്നെ അലട്ടിയ പ്രശ്നമാണ് ആ സ്ത്രീ. ജീവിക്കാൻ വഴിയില്ലാത്ത വിധത്തിൽ ഒരു കുടുംബത്തെ അനാഥമാക്കി നമ്മുടെ സർക്കാരിൻ്റെ നിഷ്കർഷബോധമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകത മൂലം ആ സ്ത്രീ കുടുംബം അനാഥമായി. ഇതിപ്പോൾ ഒരു സ്ത്രീയുടെ പ്രശ്നമല്ല, ഇന്ന് തൃശ്ശൂർ മരിച്ച വിഷ്ണുദത്തിൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം ഇത് തന്നെയാണ്. ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രഹസനം നടക്കുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അഭിലാഷിനറിയാലോ, വാഹനങ്ങൾ 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ്നസ്സിന് പോകണം. തികച്ചും പ്രഹസനം. പെയിൻറ്റിങ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് കൊടുത്തോളൂ. അതിൻ്റെ എൻജിൻ കണ്ടീഷനാണോ, അതിൻ്റെ ഗിയർ ബോക്സ് കണ്ടീഷനാണോ, അതിൻ്റെ ഹൗസിംഗ് കണ്ടീഷനാണോ, അതിൻ്റെ ടയറുകൾ കണ്ടീഷനാണോ, അതിൻ്റെ ആക്സിൽ കണ്ടീഷനാണോ എന്ന് നോക്കാൻ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ വകുപ്പ് ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഒരു വാഹനവും അവർ ഓടിച്ചു നോക്കിയിട്ട് ഫിറ്റ്നസ് കൊടുക്കുന്നില്ല. ഫിറ്റ്നസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഒരു സ്കൂൾ ബസ്സിൻ്റെ ടയർ എനിക്ക് ഡ്രൈവർ കാണിച്ചു തന്നു. സാറേ, ഈ ടയർ മാറ്റിയിട്ട് ഫിറ്റ്നസ്സിന് പോകാൻ പറഞ്ഞപ്പോൾ സ്കൂളുകാർ സമ്മതിക്കുന്നില്ല. ഇത് കണ്ടോ സാറേ?
ഫിറ്റ്നസ് കഴിഞ്ഞൊരു വണ്ടിയുടെ 2 ടയർ കുഞ്ഞു കുട്ടികളെ ആ വണ്ടിക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ 20ഓ 22ഓ കുട്ടികൾക്ക് മരണം വരെ സംഭവിക്കാവുന്ന വിധത്തിൽ ഫിറ്റ്നസ് കൊടുക്കുന്ന ഒരു മോട്ടോർ വാഹന വകുപ്പും അതിനെ പിന്താങ്ങുന്ന ഒരു പോലീസും അതിനെ പിന്താങ്ങുന്ന ഒരു PWDയും. അഭിലാഷ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഇത്രയേ ഉള്ളൂ. ഏകോപനമില്ല അഭിലാഷ്. ഇവിടെ PWD ഡിപ്പാർട്ട്മെന്റും പോലീസും ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പും ഏകോപനത്തോടു കൂടിയിട്ട് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർമ്മാണം കഴിഞ്ഞ സ്ഥലത്ത് അപകട സൂചന നൽകുന്ന ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും നിഷ്കർഷത പുലർത്തിയാൽ അടുത്ത വർഷം നമുക്ക് ഈ വർഷക്കാലത്ത് ഇത്തരത്തിൽ ഒരു വരിയും കൂടി എന്നെ പറയാൻ സമ്മതിക്കണം. എക്സ്ട്രീം വെതർ കണ്ടീഷൻ എന്ന് താങ്കൾ പറഞ്ഞു, അത് തെറ്റാണ്. 365 ദിവസവും മഴ പെയ്യുന്ന രാജ്യങ്ങളിലെ റോഡുകളിൽ ഒരു കോട്ടി, നമ്മൾ പറയില്ലേ, നമ്മൾ ഒരു ഗോലി വീഴാനുള്ള കുഴികളില്ലാതെ അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? ഉത്തരവാദിത്വ ബോധം വേണം, ആത്മാർത്ഥത, നികുതി തരുന്നവരോട് ആത്മാർത്ഥത വേണം. അതില്ലാത്തതിൻ്റെ പേരിൽ നമുക്കൊക്കെ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചെത്തിയെങ്കിൽ എത്തി എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിലെ റോഡുകൾ രൂപാന്തരപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി.